നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊടുന്നനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരച്ചിൽ, പിന്നെ ആവലാതി പറച്ചിൽ. പി.കെ. ശ്രീമതിയുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ മാധ്യമങ്ങൾ ഒന്ന് അന്താളിച്ചു. മാധ്യമങ്ങൾക്ക് മുൻപിലെ പി.കെ. ശ്രീമതിയുടെ പൊട്ടിക്കരച്ചിലാണ് ഇപ്പോൾ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിറയുന്നത്. തനിക്കെതിരെ ഓൺലൈനിൽ വ്യാജ പ്രചാരണം നടക്കുന്നുവെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ പി.കെ. ശ്രീമതി പറഞ്ഞത്. പ്രചാരണം നടത്തിയ ഓൺലൈൻ സാറ്റലൈറ്റ് ചാനലുകൾക്കും പത്രത്തിനുമെതിരെ പരാതി നൽകുമെന്നും അവർ വ്യക്തമാക്കി. തന്നെക്കുറിച്ചുള്ള മോശം പ്രചാരണത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പി.കെ. ശ്രീമതി പൊട്ടിക്കരഞ്ഞത്. PR കൃഷ്ണൻ എന്ന MLA-യുടെ ഭാര്യയായി അഭിനയിച്ച് MLA എന്ന നിലയിൽ കിട്ടേണ്ട കുടുംബ പെൻഷൻ താൻ വാങ്ങുന്നുവെന്നാണ് പ്രചാരണം. കേട്ടാൽ വിശ്വസിച്ചു പോകുന്ന തരത്തിൽ വളരെ മോശമായാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത് എന്ന് പി.കെ. ശ്രീമതി പറഞ്ഞു. ഇത് തെറ്റും തീർത്തും അടിസ്ഥാനരഹിതവുമാണ്. 50 കൊല്ലമായി താൻ ഈ സമൂഹത്തിലുണ്ട്. ഇത്തരം വാർത്തകൾ കൊടുക്കും മുൻപ് ഇതിൽ വസ്തുതയുണ്ടോ എന്ന് തന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല എന്നും ശ്രീമതി പറഞ്ഞു. എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചാരണം നടക്കുന്നത്. ജനൻ TV, കർമ്മ, ഭാരത് ലൈവ്, കണ്ണൂർ ജില്ലയിലെ സായാഹ്ന പത്രമായ സുദിനം എന്നിവയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇതിനെതിരെ കേസ് കൊടുക്കാൻ ആവശ്യമായ തെളിവുകൾ 2 ദിവസം മുൻപ് തന്നെ ശേഖരിച്ച് അഭിഭാഷകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകയ്ക്ക് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്. പലപ്പോഴും എനിക്കെതിരെ ഇത്തരം തെറ്റായ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് എന്നും ശ്രീമതി പ്രതികരിച്ചു. മാധ്യമങ്ങൾക്ക് മുൻപിൽ കരഞ്ഞുകൊണ്ടായിരുന്നു ശ്രീമതി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. എന്നാൽ അതും ഇപ്പോൾ ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരു ട്രോൾ മെറ്റീരിയൽ ആകാറുള്ള CPM-ന്റെ നേതാക്കളിൽ ഒരാളാണ് ശ്രീമതി. ഇതുപോലെ തന്നെ MV ഗോവിന്ദൻ, AK ബാലൻ, EP ജയരാജൻ തുടങ്ങി ഒരു പറ്റം നേതാക്കളുണ്ട്. ഇങ്ങനെ നിരന്തരം CPM ട്രോളന്മാരുടെ സ്ഥിരം മെറ്റീരിയലാണ്. എന്തായാലും ഇപ്പോൾ തനിക്കെതിരെ വലിയ അനീതി നടക്കുന്നു, തന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അപമാനിക്കുന്നു, അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്നു എന്നാണ് CPM-ന്റെ ഒരു മുതിർന്ന വനിതാ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ CPM-ൽ നിന്നുള്ള നേതാക്കളൊന്നും പ്രതികരിക്കാൻ എന്തായാലും തയ്യാറായിട്ടില്ല. താൻ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള ശ്രീമതിയുടെ തുറന്നു പറച്ചിൽ, താൻ നിയമ നടപടിയുമായി മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള നിലപാടും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഈ CPM-ന്റെ നേതാക്കളെ അല്ലെങ്കിൽ CPM-ന്റെ വനിതാ നേതാക്കളെയൊക്കെ ഇത്തരത്തിൽ ട്രോളുന്നത്? ഞാൻ ഉൾപ്പെടെ CPM-ന്റെ വനിതാ നേതാക്കളെയൊക്കെ ട്രോളി വാർത്തകൾ ചെയ്യാറുണ്ട്. ജനാധിപത്യപരമായി നമ്മൾ അതിനെ വാർത്തകൾ ചെയ്യുമ്പോൾ ട്രോളാക്കിയും ഒക്കെ വാർത്തകൾ ചെയ്യാറുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് CPM-നോടുള്ള ഒരു നിലപാട് ഇപ്പോൾ എന്താണ് എന്നതുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ആ പരിശോധിക്കുന്നതിലൂടെ വ്യക്തമാകും പി.കെ. ശ്രീമതിയും അതുപോലെ തന്നെ ഈ CPM-ന്റെ മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും ഒക്കെ ഇങ്ങനെ സ്ഥിരം എങ്ങനെ ട്രോൾ മെറ്റീരിയൽ ആകുന്നു എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഇവരുടെ കയ്യിലിരിപ്പുമുണ്ട് എന്ന് പറയാതെ ഒരു നിവൃത്തിയുമില്ല. കാരണം CPM എന്ന പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു മൂല്യമുണ്ട്, ഒരു നിലപാടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് ഈ നേതാക്കൾ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഉപയോഗിക്കുമ്പോൾ ജനം അസ്വസ്ഥരാകും. നമ്മൾ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ BJP-യെയോ ഒക്കെ പറയുന്നത് പോലെയല്ല. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. കാരണം ഈ കേരളത്തെ കേരളമാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിച്ച ഒരു പങ്കുണ്ട്. ഇതിൻ്റെ കറകളഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ, ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാതെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയും ഇവിടുത്തെ ഈ സമൂഹത്തിന് വേണ്ടിയും പോരാടിയ, ചോര നീരാക്കിയ മനുഷ്യന്മാർ. ആ നേതാക്കളെയാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അവരിൽ നിന്ന് ഇപ്പോഴത്തെ നേതാക്കളിലേക്കുള്ള ഒരു പ്രയാണത്തിലേക്ക് എത്തുമ്പോൾ മലയാളിയുടെ നെറ്റി ചുളിയും. കാരണം അന്ന് ഈ നാടിനു വേണ്ടി പൊരുതിയ, മുഷ്ടി ചുരുട്ടി ഈങ്കുലാബ് വിളിച്ചവരിൽ ഉണ്ടായിരുന്ന മൂല്യങ്ങളൊന്നും ഇന്നത്തെ ഒരു നേതാക്കളിലും നമുക്ക് കാണാൻ കഴിയില്ല. കോർപ്പറേറ്റുകളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന CPM-കാരെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. 10 വർഷക്കാലം തന്നെ നമുക്കെടുക്കാം. പിണറായി വിജയന്റെ 10 വർഷക്കാലം എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ഈ വനിതാ നേതാക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രോളുന്നു എന്ന് പറയില്ലേ? ആ കാരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് വരാം. അതിന് വഴി വെച്ചു കൊടുത്തത് ആരാണ്? ഈ വനിതാ നേതാക്കൾ തന്നെയാണ്. പി.കെ. ശ്രീമതിയുടെയും PP ദിവ്യ തുടങ്ങിയ ഒരു കൂട്ടം നേതാക്കളുടെ വായിൽ നിന്നൊക്കെ, KK ലതിക തുടങ്ങിയ നേതാക്കളുടെയൊക്കെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അതൊക്കെ എന്തായിരുന്നു? ജനങ്ങളെ വല്ലാതെ
ഇവരിൽ നിന്ന് അകറ്റി. അതായത് ജനങ്ങൾ വലിയ തോതിലാണ് ഈ CPM എന്ന പ്രസ്ഥാനത്തിൽ നിന്നും നേതാക്കളിൽ നിന്നും അകന്നു പോയത്. ഇത് നമ്മുടെ പ്രസ്ഥാനമാണ്, ഇത് കേരളത്തിൻ്റെ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള ഒരു തോന്നൽ മുൻപ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. കാരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന CPMകാരെയാണ് നമ്മളിപ്പോൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വനിതാ നേതാക്കളിലേക്ക് വരികയാണെങ്കിൽ, എന്ത് അഹങ്കാരവും അഹമ്മതിയും ധാർഷ്ട്യവുമായിരുന്നു ഈ വനിതാ നേതാക്കളിൽ ഉണ്ടായിരുന്നത്. ഞാനാണ് അങ്ങ് വലുത് എന്നുള്ള ചിന്തയായിരുന്നില്ലേ എല്ലാവർക്കും. അതുകൊണ്ട് എന്താ, അടിച്ചു മൂലക്കിരുത്തി ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ പാവപ്പെട്ടവരും അതുപോലെ തന്നെ സാധാരണക്കാരും ഉൾപ്പെടെ CPMന്റെ നെഞ്ചത്തിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുത്തിയത്. പാർട്ടിക്കാരും CPMകാർ പോലും ഇവർക്ക് വോട്ട് ചെയ്തില്ല. ഇനിയും ഈ അഹങ്കാരം വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനവും കൂടിയായിരുന്നു ഓരോ മനുഷ്യരിൽ നിന്ന് ഉണ്ടായത്. PP ദിവ്യ, ആര്യ രാജേന്ദ്രൻ, ചിന്താ ജെറോം, വീണ ജോർജ്, PK ശ്രീമതി, KK ലതിക തുടങ്ങി എത്ര ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാം. ജനങ്ങളെ വല്ലാതെയാണ് ഇവർ വെറുപ്പിച്ചത്. 8 നിലയിലാണ് PK ശ്യാമള തളിപ്പറമ്പിൽ പൊട്ടിയത്. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കരുത്, അപകടകരമാണ്, ജയിക്കുന്ന ഒരു മണ്ഡലം കൊണ്ട് തൊലയ്ക്കരുതെന്ന്. എന്നിട്ടും അഹങ്കാരം കാണിച്ച് ധാർഷ്ട്യം കാണിച്ച് സീറ്റ് പിടിച്ചു വാങ്ങി ഭാര്യയ്ക്ക് കൊടുക്കുകയായിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നിട്ട് എന്തായി? 8 നിലയിലല്ല 16 നിലയിലാണ് തളിപ്പറമ്പിൽ പൊട്ടിയത്. വീണ ജോർജ് മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു. എന്തായിരുന്നു അഹങ്കാരം? മാധ്യമങ്ങൾക്ക് മുൻപിൽ അഹങ്കാരവും ധാർഷ്ട്യവും പട്ടിഷോയുമായിരുന്നു, സ്ഥിരം കയ്യിലിരിപ്പ്. അതുകൊണ്ട് എന്താണ്, ആറന്മുളയിൽ 8 നിലയിൽ പൊട്ടിച്ചു. CPMകാർ തന്നെയാണ് ആറന്മുളയിൽ വീണ ജോർജിനെ മൂലക്കിരുത്തിയത്. PP ദിവ്യ സീറ്റ് പോലും കൊടുക്കാൻ CPMന് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം നവീൻ ബാബു എന്ന ഒരു മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് വേണം പറയാൻ. അതും കഴിഞ്ഞ് ആ കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിലേക്കായിരുന്നില്ലേ PP ദിവ്യയുടെ പോക്ക്. ഇത് അപകടമാണ് എന്ന് കണ്ണൂരിലെ CPM നേതാക്കൾ പോലും പറഞ്ഞിട്ട് കേട്ടില്ല. അഹങ്കാരവും കൊണ്ട് കൈകഴുകി. ഒടുക്കം എന്താണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് പോലും PP ദിവ്യയെ ഇറക്കിയില്ല. കാരണം ഭയമായിരുന്നു. PP ദിവ്യയെ പ്രചാരണത്തിന് ഇറക്കിയാൽ ചൂലും കെട്ടിന് ജനം അടിക്കും എന്നുള്ള ഭയം. അതുകൊണ്ട് അവരെ പുറത്തേക്ക് പോലും ഇറക്കിയില്ല. പിന്നെ ആര്യ രാജേന്ദ്രൻ വല്ലാത്ത അഹങ്കാരമായിരുന്നു. ഒരു മികച്ച പദവി, ഒരു ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു CPM കാണിച്ചു കൊടുത്തത്. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, വലിയൊരു നവോത്ഥാനം ഉണ്ടാക്കി. പക്ഷേ എന്താണ് കാര്യം? ഒരു കാര്യവും ഉണ്ടായില്ല. നാണക്കേടിന്റെ വക്കിലേക്ക് CPMനെ കൊണ്ടെത്തിച്ച് ഒരു കോർപ്പറേഷൻ തന്നെ BJPയുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത ആളാണ് ആര്യ രാജേന്ദ്രൻ. ചിന്താ ജെറോം പിന്നെ വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് ചിന്താ ജെറോമിന്റെ പോക്ക്. ഇത്തരത്തിൽ വിഷം ചീറ്റുകയായിരുന്നു CPMന്റെ വനിതാ നേതാക്കൾ. കേരളത്തിലെ സ്ത്രീകൾ അനുഭവിച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ വനിതാ നേതാക്കൾ എവിടെയെങ്കിലും പ്രതികരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്ന് ഷോ കാണിക്കലായിരുന്നു. ഒടുക്കം എന്താണ്, എല്ലാത്തിനും കൂടി ഉള്ളതാണ് CPMന് ജനങ്ങൾ അങ്ങ് കൊടുത്തത്. 5 വർഷം മൂലയ്ക്ക് പോയിരുന്നു കൊള്ളാൻ. ഇനിയും മെനയ്ക്ക് വന്നില്ലെങ്കിൽ, അതായത് ഈ അഹങ്കാരവും ധാർഷ്ട്യവും അങ്ങ് മാറ്റി വെച്ചിട്ട് ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ, അതായത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ അടുത്ത 5 വർഷവും പോക്കാണ്. വീണ്ടും ജനങ്ങൾ കോൺഗ്രസിന് കൊണ്ട് അധികാരം കൊടുക്കും. ഇങ്ങനെയാണ് പോക്കെങ്കിൽ എന്തായാലും വലിയൊരു അടിയാണ് CPMന് കിട്ടിയത്. ഈ വനിതാ നേതാക്കളെ കൊണ്ടൊക്കെ 8ന്റെ പണിയാണ് കിട്ടിയതെന്ന് പറയാതെ നിവർത്തിയില്ല. CPM ഇനിയെങ്കിലും പഠിക്കണം, എന്തുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ ഇങ്ങനെ ട്രോളുന്നത്, പരിഹസിക്കുന്നത് എന്ന്. PK ശ്രീമതി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരയുമ്പോഴും അതിനെ ട്രോളാക്കുകയാണ് ജനങ്ങൾ. എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് കണ്ടുകൂടാ ഈ വനിതാ നേതാക്കളെ ഒന്നിനെയും. അതാണ് കാരണം. അപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്, തിരുത്തേണ്ടത് നിങ്ങളാണ്. ഈ പാർട്ടി യോഗങ്ങളിലൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യം തെറ്റ് തിരിച്ചു വരിക എന്നുള്ളതാണ്. എവിടുന്ന്? ഇപ്പോഴും നേതൃത്വത്തെ പോലും മാറ്റാൻ തയ്യാറായിട്ടില്ല. അഹങ്കാരവും ധാർഷ്ട്യവും മുഖമുദ്രയാക്കിയവർ തന്നെയാണ് ഇപ്പോഴും നേതൃത്വത്തിൽ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നന്നാകുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.